ഭരണത്തിലിരിക്കുമ്പോൾ ഈ ആദർശമോ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ഭാരമോ ഒന്നുമില്ല. പക്ഷേ പ്രതിപക്ഷത്തേക്കാകുമ്പോൾ പെട്ടെന്ന് അതിൻ്റെയൊക്കെ ഒരു വൈറസ് ബാധ പോലെ അതങ്ങ് ബാധിച്ച പോലെ പിന്നീട് പ്രതികരണങ്ങൾ വരികയാണ്, പ്രതിഷേധങ്ങൾ വരികയാണ്, തെരുവിലേക്ക് യുവജന സംഘടനകളെ ഇറക്കുകയാണ്. ആ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു ഒന്നാം മാസത്തിൽ തന്നെ. സർക്കാർ അധികാരത്തിലെത്തി ഒന്നാം മാസത്തിൽ തന്നെ എന്നുള്ളതാണ്. അപ്പോൾ എന്താണോ തങ്ങൾ ചെയ്തിരുന്നത്, അപ്പോൾ അതിന് മറുപടി പറയാൻ പറ്റാതെ തങ്ങൾ ചെയ്ത കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യം തന്നെ ദുർബലമാകും എന്നുള്ളതാണ്. PM ശ്രീയിലേക്ക് വരികയാണെങ്കിൽ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. PM ശ്രീയിൽ എന്തിനൊപ്പിട്ടു എന്ന് ചോദിക്കുമ്പോൾ ഈ സർവ്വശിക്ഷാ അഭിയാൻ ഫണ്ട് കിട്ടാനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഫണ്ട് കിട്ടാനായിരുന്നു എങ്കിൽ 2024 മുതലുള്ള രേഖകൾ, കേന്ദ്രത്തിലേക്ക് അയച്ച കത്തുകൾ നമ്മൾ ഇതിനകം വായിച്ചു കഴിഞ്ഞാണ്. ഞങ്ങളിതാ ഏറ്റവും ഒടുവിൽ ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്, അന്ന് റാണി ജോർജ് അയച്ച കത്ത്, ഈ PM ശ്രീ നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അതിന് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുള്ള കത്തും ഇതിനകം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആ കത്ത് അവിടെ നിൽക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. അതായത് ഈ പറഞ്ഞ സർവ്വശിക്ഷ അഭിയാനുമായി കിട്ടേണ്ട ഫണ്ട് കിട്ടേണ്ട ഒരു പെട്ടെന്നൊരു സാഹചര്യത്തിൽ PM ശ്രീയിലേക്ക് വരേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതുപോലും വിശ്വാസത്തിലെടുക്കുകയാണെങ്കിൽ അപ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് കിട്ടാൻ വേണ്ടി ചെയ്ത കാര്യമാണെങ്കിൽ PM ശ്രീയെ പുകഴ്ത്തിക്കൊണ്ട് കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയെന്തിനാണ്? അപ്പോൾ അങ്ങനെ ഒരു ഡീൽ കൂടി കേന്ദ്രവുമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൂടി ചെയ്താലേ ഫണ്ട് തരൂ എന്ന് കേന്ദ്രം പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയല്ല, PM ശ്രീയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമുണ്ടായിരുന്നു. ഈ ഫണ്ട് തന്നെയാണ് ആത്യന്തികമായി ഈ വിഷയം തന്നെ തന്നെയാണ് ഈ സർക്കാരും നേരിടുന്നതേ. സർക്കാരിന് മുന്നോട്ട് പോകാൻ ഫണ്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അത് കഴിഞ്ഞ സർക്കാർ ചെയ്യുമ്പോൾ അത് നല്ല രൂപത്തിലുള്ളതും ഈ സർക്കാർ ചെയ്യുമ്പോൾ അത് മോശം രൂപത്തിലുള്ളതും പറയുമ്പോൾ അതായത് പിന്നാക്കം പോവുകയല്ല ക്യാപ്റ്റൻ അബിയൻസ് എന്ന് പറയുന്നത്. ഞാൻ പറയട്ടെ, ക്യാപ്റ്റൻ അബിയൻസ് നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്ത് നിങ്ങളൊക്കെ പറയാനുള്ള സമയത്ത് പറഞ്ഞോളൂ. ക്യാപ്റ്റൻ അബിയൻസ് എന്ന് പറയുന്നത് വിഡ്രോ ചെയ്യുക എന്നുള്ള വാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഉപസമിതിയെ നിയോഗിച്ചു, ആ ഉപസമിതി ചേർന്നുകൊണ്ട് ഒരു മിനിറ്റ് സുനിലെ, ഞാൻ സുനിൽ പറയുമ്പോൾ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് നമ്മൾ പലതവണ ചർച്ച ചെയ്ത കാര്യമാണ്. ഞാൻ പറയട്ടെ, അപ്പോൾ ഈ ക്യാപ്റ്റൻ അബിയൻസ് എന്നുള്ള കത്ത് മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിൽ മുന്നോട്ട് ഈ പറയുന്ന ഉപസമിതിയെ നിയോഗിച്ചിട്ട് ആ സമിതിയുടെ റിപ്പോർട്ട് വരെ എന്ന് തന്നെയാണ് ആ കത്തിൽ പറഞ്ഞിരുന്നത്. ആ സമിതിയും ചേർന്നിട്ടില്ല, ആ സമിതിയുടെ യോഗവും ചേർന്നിട്ടില്ല. അത് അങ്ങനെ എങ്ങുമല്ലാത്ത രൂപത്തിൽ അവിടെ വിട്ടുകയാണ് ചെയ്തത്. അതിന് തുടർച്ച ഈ സർക്കാർ മുന്നോട്ട് പോകുന്നു. ഈ സർക്കാർ ഒരു ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ആ ഉപസമിതിയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ പ്രായോഗിക വശമാണ് ഇതിൽ VD സതീശൻ പറയുന്നത്. പ്രായോഗികമായി കേന്ദ്രത്തിന് ഫണ്ട് ലഭിക്കേണ്ടതുണ്ട്. ഈ അധികാരത്തിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ കേന്ദ്രവുമായി ഒരു യുദ്ധത്തിനില്ല എന്നുകൂടി ഇന്ന് അദ്ദേഹം സഭയിൽ പറയുന്നുണ്ട്.